ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമ്മളിപ്പോൾ എസ് യു വിസിൻ്റെ ഒക്കെ സെയിൽസ് ഒക്കെ നോക്കിയതിന് ശേഷം ഇനി പറയാൻ പോകുന്ന കഴിഞ്ഞ മാസം ഏറ്റവും കൂടുതൽ വിറ്റുപോയ സെഡാൻസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ്. പൊതുവേ സെഡാൻസിന് വലിയ ഡിമാൻഡ് ഇല്ല എന്നുള്ളതൊക്കെയാണല്ലോ ആൾക്കാർ പറയുന്നത്. ഇതിലിപ്പോൾ നമ്മൾ ടോപ്പ് 11 സെഡാൻസ് ആണ് നോക്കുന്നത്. അതിൽ തന്നെ 11th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ സ്കോഡ സൂപ്പർബാണ്. ഈ വണ്ടി പിന്നെ ഇപ്പോൾ ഇമ്പോർട്ട് ചെയ്താണ് വരുന്നത്. ലേറ്റസ്റ്റ് ജനറേഷൻ മോഡലല്ല നമുക്ക് നിലവിൽ കിട്ടുന്നത്. പക്ഷെ ഉടനെ തന്നെ സ്കോഡ ഇതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ജനറേഷൻ മോഡൽ ഇന്ത്യയിൽ കൊണ്ടുവരും. അപ്പോൾ സെയിൽസ് എന്തായാലും ഇമ്പ്രൂവ് ആവും, അതിൽ സംശയമൊന്നുമില്ല. ഇപ്പോൾ നമുക്ക് പഴയ മോഡൽ തന്നെ 54 ലക്ഷം രൂപയ്ക്ക് അവർ ഇറക്കിയിട്ട് അതൊരു 10-15 ലക്ഷം രൂപ ഡിസ്കൗണ്ടിലാണ് അവർ വിറ്റുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ മാസം ഏതായാലും എങ്ങനെയോ 2 വണ്ടികളുടെ സെയിൽ വന്നു. അതെങ്ങനെയെന്ന് എനിക്കറിയില്ല. കാരണം കഴിഞ്ഞ മുന്നത്തെ വർഷം ഇതിൻ്റെ സെയിൽസ് 0 ആണ്, പ്രത്യേകിച്ചൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് നമുക്കിപ്പോൾ കമ്പയർ ചെയ്യാനും ഗ്രോത്ത് ഒന്നും പ്രത്യേകിച്ചൊന്നും ഇതിനകത്ത് പറയാനില്ല. ഏതായാലും ഈ വണ്ടി ഇപ്പം ഒരു ജനറേഷൻ പഴയതായതുകൊണ്ട് ഇത് എടുക്കാനും ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. നിങ്ങൾക്ക് എത്രയൊക്കെ ഡിസ്കൗണ്ട് കിട്ടിയാലും പുതിയ വണ്ടി വരെ വരുന്നവരെ വെയിറ്റ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. പെട്ടെന്ന് തന്നെ വരികയും ചെയ്യും. ഇനി ഏതായാലും 10th പൊസിഷനിൽ നിൽക്കുന്ന നമ്മുടെ ലേറ്റസ്റ്റ് ജനറേഷൻ ക്യാമറയാണ്. ഇത് ഏതായാലും ടൊയോട്ട അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷമാണ് പുതിയ ജനറേഷൻ വണ്ടി വന്നത്. ആൻഡ് ഇത് അത്യാവശ്യം നല്ല കിടിലൻ വണ്ടിയാണ്. നമുക്ക് അത്യാവശ്യം ഫീച്ചേഴ്സും ഉണ്ട്. ഹൈബ്രിഡ് ആയതുകൊണ്ട് നല്ല മൈലേജും ഉണ്ട്. ഫോർച്യൂണറിനേക്കാൾ കുറച്ച് വിലയും കുറവാണ്, അത് വേറെ കാര്യം. കഴിഞ്ഞ മാസം 161 വാഹനങ്ങളുടെ സെയിലാണ് ഇതിന് കിട്ടിയത്. പക്ഷേ ഇത് ഇമ്പോർട്ട് ആയതുകൊണ്ട് തന്നെ ഇതിന് പുറത്തുള്ളതിനേക്കാൾ വില നമ്മളിവിടെ എക്സ്ട്രാ കൊടുക്കുന്നുണ്ട്. പക്ഷെ പുറത്തൊക്കെ ഇപ്പോൾ എല്ലാവരും പറയുന്നൊരു കാര്യമാണ്, ക്യാമറ നമ്മളൊക്കെ ഉള്ള സ്ഥലത്ത് ടാക്സിയാണ്, നിങ്ങളിവിടെ ഇത്രയും പ്രീമിയം കൊടുത്ത് വലിയ സംഭവമായിട്ട് എടുക്കുന്നു. പക്ഷെ അങ്ങനെ പറഞ്ഞാലും ആക്ച്വലി നമുക്കിവിടെ ടോപ്പ് എൻഡാണ് കിട്ടുന്നത്. അവിടെ ടാക്സി ആയിട്ട് എല്ലാവരും ബേസ് മോഡലൊക്കെ ആയിരിക്കും കൊടുക്കുന്നത്. അതാണ് അതിൻ്റെ വ്യത്യാസം. ഇവിടെ എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. എനിവേ 2024 ജൂലൈയിൽ ഇതിന് 126 വാഹനങ്ങളുടെ സെയിലായിരുന്നു കിട്ടിയത്. 35 വണ്ടികളുടെ വ്യത്യാസം 27.78% ഗ്രോത്ത് റേറ്റ് ഉണ്ട്. നമ്മുടെ ഈ ലിസ്റ്റിൽ മൂന്നാമതായി ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് ഇയർ ഓൺ ഇയറിൽ വന്ന വണ്ടി ഇതാണ്. ഇനി അടുത്ത 9th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നിർത്തിപ്പോയി എന്ന് പറയപ്പെടുന്ന മാരുതി സുസുക്കിയുടെ സിയാസ് ആണ്. ഇത് എങ്ങനെയാണ് കഴിഞ്ഞ മാസം 173 എണ്ണം ഒരു വിറ്റതെന്നറിയില്ല. ഇത് ഫാക്ടറി ഡിസ്പാച്ച് യൂണിറ്റ് ആണ്. പിന്നെ എങ്ങനെ ഇത് വന്നു എന്നുള്ളത് ഒരു പിടിയില്ല. ഏതായാലും 2024 ജൂലൈ കഴിഞ്ഞ വർഷം 603 വാഹനങ്ങളുടെ സെയിലായിരുന്നു വന്ന് 430 വാഹനങ്ങളുടെ വ്യത്യാസം 71.31% ഡീഗ്രോത്ത് റേറ്റും വന്നിട്ടുണ്ട്. നമ്മുടെ ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ ഡീഗ്രോത്ത് പെർസെൻറ്റേജ് ഉള്ള വണ്ടി ഇതാണ്. പക്ഷേ അതിപ്പോൾ എക്സ്പെക്റ്റഡ് ആണ്. കാരണം ഒന്നാമത്തെ കാര്യം വണ്ടി നിർത്തി എന്ന് മാരുതി സുസുക്കി കഴിഞ്ഞ മാസം കഴിഞ്ഞതിന് മുന്നത്തെ മാസം അനൗൺസ് ചെയ്തു. എന്നിട്ടും ഇതെങ്ങനെ ഇപ്പം സെയിലുണ്ട് അല്ലെങ്കിൽ വിൽക്കുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ ഒരു ചോദ്യചിഹ്നമായിട്ട് വെക്കാൻ പറ്റുന്നത്. എനിവേ സെയിൽസ് വളരെ കുറവാണ്. അതുകൊണ്ട് ഇപ്പോൾ ഉള്ളതും ഇല്ലാത്തതൊക്കെ ഏകദേശം കണക്കാണ്. ഇനി 8th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം ഈ സെഗ്മെൻറ്റ് ഒരു കാലത്ത് ലീഡ് ചെയ്തുകൊണ്ടിരുന്ന വണ്ടിയായിരുന്നു ഹോണ്ട സിറ്റി. കഴിഞ്ഞ മാസം ജസ്റ്റ് 646 വാഹനങ്ങളുടെ സെയിൽ മാത്രമാണ് ഇതിന് കിട്ടിയിട്ടുള്ളത്. കഴിഞ്ഞ വർഷം ജൂലൈയിൽ 2024 957 വാഹനങ്ങളുടെ സെയിലായിരുന്നു വന്ന്. സോ 311 വാഹനങ്ങളുടെ വ്യത്യാസം 32.5% ഡീഗ്രോത്ത് റേറ്റിംഗ് ആണ്. അതായത് പൊതുവെയുള്ള മിക്ക സെഡാൻസിനും നമ്മളിപ്പോൾ ഡീഗ്രോത്ത് തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്, ക്യാമറ ഒഴികെ. പക്ഷെ അത് ലോ വോളിയം സെയിൽസ് ആയതുകൊണ്ടാണ് ഇത്രയും വ്യത്യാസം വരുന്നത്. ഇപ്പോൾ പറഞ്ഞു വരുമ്പം ഈ പറഞ്ഞ വണ്ടികളെല്ലാം തന്നെ ലോ വോളിയം സെയിൽസ് ആയിട്ട് പറയേണ്ടി വരും. 1000 താഴെ. സിറ്റിയൊക്കെ പണ്ട് ഈസി ആയിട്ട് 2000 ഒരു വിറ്റുകൊണ്ടിരുന്നതാണ്. അതാണ് ഇപ്പോൾ 1000 താഴെ. 1000 പോട്ടെ 650 റേഞ്ചിൽ കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇവരെന്ത് ചെയ്യുമെന്ന് അറിയില്ല. പുതിയ ജനറേഷൻ സിറ്റി വരാൻ ഒരു 2-3 വർഷം കൊണ്ട് എടുക്കും. 2028 അതിൻ്റെ ലോഞ്ച് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും 7th പൊസിഷനിൽ നിൽക്കുന്ന ഒരു കാലത്ത് അഗെയിൻ വളരെ വലിയ ഫീച്ചേഴ്സും ഭയങ്കര പവർഫുൾ ടെർബോ പെട്രോൾ എഞ്ചിനൊക്കെ കൊണ്ടുവന്ന സെഗ്മെൻറ്റ് ലീഡ് ചെയ്യുമെന്ന് ആൾക്കാർ വിചാരിച്ചിരുന്ന വണ്ടിയാണ് ഹ്യുണ്ടായി വെർണ. ഇത് പക്ഷേ കഴിഞ്ഞ മാസം ജസ്റ്റ് 826 വാഹനങ്ങളുടെ സെയിൽ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. 2024 ജൂലൈയിൽ 1420 വാഹനങ്ങളുടെ സെയിലാണ് ഇതിന് വന്നത്. 594 വാഹനങ്ങളുടെ വ്യത്യാസവും 41.83% ഡീഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഈ ലിസ്റ്റിൽ രണ്ടാമതായി ഏറ്റവും കൂടുതൽ ഡീഗ്രോത്ത് ഉള്ള വണ്ടി ഇതാണ് ഇയർ ഓൺ ഇയർ ബേസിസിൽ. പക്ഷേ ഇതെന്താണ് സംഭവം എന്ന് സത്യം പറഞ്ഞ് എനിക്കറിയില്ല. കാരണം പറഞ്ഞു വരുമ്പം ഇതിനകത്ത് ഇഷ്ടം പോലെ ഫീച്ചേഴ്സ് ഉണ്ട്. ടെർബോ പെട്രോൾ എഞ്ചിൻ വെർട്ടസിനേക്കാൾ ഫാസ്റ്റാണ്. ആകെ ഒരു പ്രശ്നം ഡീസലില്ല എന്നുള്ളതാണ്. പക്ഷെ അത് വെർട്ടസിലും ഇല്ല, സ്ലാവിയയിലും ഇല്ല. ഈ സെഗ്മെൻറ്റിൽ ഇപ്പോൾ ഒരു വണ്ടിയിലും ഡീസലില്ല. അതുകൊണ്ട് അതൊരു വലിയ പോരായ്മയാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയേണ്ടി വരും. പക്ഷേ ഇതിൻ്റെ പഴയ ജനറേഷൻ വണ്ടിയിൽ ഡീസൽ ഉണ്ടായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഒരു പോരായ്മയാണ്. ഇനി നമ്മുടെ അടുത്ത 6th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം ടാറ്റയുടെ ടിഗോർ ആണ്. ഇതിന് കഴിഞ്ഞ മാസം 968 വാഹനങ്ങൾ സെയിലാണ് കിട്ടിയത്. അഗെയിൻ 1000 താഴെ പോയി. കഴിഞ്ഞ വർഷം 2024 ജൂലൈയിൽ 1495 വാഹനങ്ങൾ സെയിലായിരുന്നു കിട്ടിയത്. 527 വാഹനങ്ങളുടെ വ്യത്യാസവും 35.25% ഡീഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. ഈ ലിസ്റ്റിൽ പറഞ്ഞു വരുമ്പം മൂന്നാമതായി ഏറ്റവും കൂടുതൽ ഡീഗ്രോത്ത് പെർസെൻറ്റേജ് കിട്ടിയ വണ്ടിയും ഇത് തന്നെയാണ്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ വണ്ടി കൊണ്ട് ഒരു മാക്സിമം ട്രൈ ചെയ്തു. ഇതൊന്ന് ഔട്ട്ഡേറ്റഡ് ആയപ്പോഴേക്കും ഇലക്ട്രിക് ഇറക്കി അത്യാവശ്യം സെയിൽ കൂട്ടി. പിന്നെ CNG ഇറക്കി അത്യാവശ്യം സെയിൽ കൂട്ടി. പിന്നെ ഈ അടുത്ത് ഇതിന് ഒരു അപ്ഡേറ്റഡ് വേർഷൻ ഇറക്കിയായിരുന്നു. 360 ക്യാമറ കുറേ ഫീച്ചേഴ്സ് കൊടുത്തു. എന്നിട്ടും ഇതിന് സെയിൽ കൂടുന്നില്ല എന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ടാറ്റ ഈ വണ്ടിയെ അപ്ലിഫ്റ്റ് ചെയ്യാൻ എന്ത് ചെയ്യും എന്ന് സത്യം പറഞ്ഞാൽ അറിയില്ല. ഇത്ര ഇതിന് മാക്സിമം ആണ്.
ഇനി അടുത്ത നമ്മുടെ 5th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം സ്കോഡ സ്ലാവിയ. കഴിഞ്ഞ മാസം 1168 വാഹനങ്ങളുടെ സെയിലാണ് ഇതിന് വന്നത്. 2024 ജൂലൈയിൽ 793 വാഹനങ്ങളുടെ സെയിൽ ഉണ്ടായിരുന്നുള്ളൂ. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എന്തായാലും കൂടിയിട്ടുണ്ട്. 375 വണ്ടികളുടെ വ്യത്യാസവും 47.29% ഗ്രോത്ത് റേറ്റും വന്നിട്ടുണ്ട്. നമ്മുടെ ഈ ലിസ്റ്റിൽ രണ്ടാമതായി ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന വണ്ടി ഇതാണ്. 11 വണ്ടികളുള്ളതിൽ ആകെപ്പാട് 4 ഗ്രോത്ത് ഉള്ളൂ കേട്ടോ. ബാക്കി 6 ഡി ഗ്രോത്തും പിന്നെ ഒരെണ്ണം പിന്നെ 0 യൂണിറ്റ്സ് ആയതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ചൊന്നും ഇല്ലാത്ത ഒരു കണക്കിലാണ് വന്നത്. ഏതായാലും ഇപ്പോൾ ഈ ഒരു സി സെഗ്മെന്റ് സെഡാൻസിൻ്റെ കാറ്റഗറിയിൽ ഡോമിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഫോക്സ് വാഗൻ ട്വിൻസ് തന്നെയാണ്. ചില സമയങ്ങളിൽ സിറ്റിയും വെർണയും ഒക്കെ സ്ലാവിയ ഓവർടേക്ക് ചെയ്യാറുണ്ട്. പക്ഷേ ഈ വെർട്ടസിനെ ഓവർടേക്ക് ചെയ്യാൻ ഇതുവരെ കുറച്ച് കഴിഞ്ഞൊരു 1.5 വർഷമായിട്ട് ആർക്കും പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ 4th പൊസിഷനിൽ നിൽക്കുന്ന നമ്മുടെ ഫോക്സ് വാഗൻ വെർട്ടസ് ആണ്. കഴിഞ്ഞ മാസം 1797 വാഹനങ്ങളുടെ സെയിലാണ് ഇതിന് കിട്ടിയത്. 2024 ജൂലൈയിൽ 1766 വാഹനങ്ങളുടെ സെയിലായിരുന്നു. ഇതാണ് ഇയർ ഓൺ ഇയർ ബേസിസിൽ പോലും വലിയ വ്യത്യാസമില്ല. സെയിം ഈ ഒരു 1700 റേഞ്ച് പിടിച്ചാണ് ഇത് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. 31 വണ്ടികളുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. 1.76% ഗ്രോത്ത് റേറ്റ് ഉണ്ട്. അതൊരു വലിയ ഗ്രോത്ത് ഒന്നും അല്ല പറഞ്ഞു വരുമ്പോൾ, പക്ഷെ എന്നാലും നമുക്ക് ആ ഒരു കൺസിസ്റ്റൻസി അവിടെ കാണാൻ പറ്റും. വെർണയുടെ അത്രയും ഫീച്ചേഴ്സ് ഒന്നും ഇല്ലെങ്കിൽ പോലും ആൾക്കാർ ഈ വണ്ടി തന്നെയാണ് സി സെഗ്മെന്റ് സെഡാൻസ് എടുക്കുമ്പോൾ ഇപ്പോഴും പ്രിഫർ ചെയ്യുന്നത്. ചിലപ്പോൾ ഒരു കൾട്ട് ഫോളോയിങ് ഈ വാഹനത്തിന് ഇപ്പോൾ ഉള്ളതുകൊണ്ടായിരിക്കും. പിന്നെ സെഡാൻസ് പൊതുവെ ഇന്ത്യയിൽ വളരെ പോപ്പുലർ അല്ലല്ലോ, കമ്പയറിംഗ് ടു SUVs അങ്ങനെയാണ് നമ്മൾ പറയേണ്ടത്. അല്ലാത്ത സെഡാൻസിൻ്റെ സെയിൽസിന് വലിയ പ്രശ്നമൊന്നും വന്നിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. എനിവേ 3rd പൊസിഷനിൽ നിൽക്കുന്ന നമ്മുടെ ഹോണ്ടയുടെ അമേസ് ആണ്. ഇതിന് കഴിഞ്ഞ മാസം 2009 വാഹനങ്ങളുടെ സെയിലാണ് കിട്ടിയത്. 2024 ജൂലൈ കഴിഞ്ഞ വർഷം 2327 വാഹനങ്ങളുടെ സെയിലാണ് കിട്ടിയത്. അതായത് 318 വാഹനങ്ങളുടെ വ്യത്യാസവും 13.67% ഡി ഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. ഡി ഗ്രോത്ത് റേറ്റ് കമ്പാരിറ്റീവ്ലി കുറവാണ്. പക്ഷേ ഒരു സബ് 4 മീറ്റർ സെഡാൻ എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ തീർച്ചയായും ഇതിന് സെയിൽ കുറവാണ് എന്ന് തന്നെ പറയേണ്ടി വരും. അതൊരു ലേറ്റസ്റ്റ് ജനറേഷൻ, ഇതിപ്പം 3rd ജനറേഷൻ മോഡലാണ് അവർ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. അതിനും 2000 ഉള്ളൂ എന്ന് പറയുമ്പം അഗെയിൻ ഹോണ്ട പിന്നെ ബാക്കിലോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും. ഇതിൻ്റെ പുതിയ ലേറ്റസ്റ്റ് ജനറേഷൻ ഇറങ്ങിയ സമയത്ത് 4000-5000 സെയിൽ ഉണ്ടായിരുന്നു. പക്ഷെ അതിപ്പോൾ പിന്നെ വീണ്ടും കുറഞ്ഞ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയതാണ്. പക്ഷേ എന്നാൽ ഹ്യുണ്ടായുടെ ഓറ അതിന് ഈ അടുത്ത കാലത്ത് ഒരു ഫേസ് ലിഫ്റ്റ് അവർ കൊടുത്തായിരുന്നു. പക്ഷേ 2 വർഷം മുന്നേ ആണ്. എന്നിട്ടും സെയിൽ അങ്ങനെ ഒരുപാട് കുറഞ്ഞിട്ടില്ല. കഴിഞ്ഞ മാസം 4636 വാഹനങ്ങളുടെ സെയിലാണ് കിട്ടിയത്. കഴിഞ്ഞ വർഷം 2024 ജൂലൈയിൽ 4757 വണ്ടികളുടെ സെയിലായിരുന്നു കിട്ടിയത്. ജസ്റ്റ് 121 വാഹനങ്ങളുടെ വ്യത്യാസവും 2.54% ഡി ഗ്രോത്ത് റേറ്റേ ഉള്ളൂ. നമ്മുടെ ഈ ലിസ്റ്റിൽ ഏറ്റവും കുറവ് ഡി ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന വണ്ടി ഇതാണ്. ആൻഡ് പെർസെൻറ്റേജ് കണക്കാണെങ്കിൽ പോലും വളരെ മിനിമലാണ്, വ്യത്യാസം അധികമില്ല. ഓൾമോസ്റ്റ് ഒരു 4500-4800 ഇടയിൽ സെയിൽസ് പിടിച്ച് പോകുന്നുണ്ട്. അത്ര മോശം നമ്പറൊന്നും അല്ല. ഈ വണ്ടി പ്രത്യേകിച്ച് ഇറങ്ങിയ കാലം മുതൽ തന്നെ ഏകദേശം ഈ റേഞ്ചിലായിരുന്നു എന്ന് പറയുമ്പോൾ, പിന്നെ ഇതിനിപ്പോൾ CNG സംഭവങ്ങളൊക്കെ അവൈലബിൾ ആണ്. അതുകൊണ്ട് നമുക്ക് വേറെ രീതിയിൽ ആലോചിക്കുകയാണെങ്കിലും കുഴപ്പമില്ല. ഇനി നമ്പർ 1 പൊസിഷനിൽ നിൽക്കുന്ന വാഹനം ദി അൺഡിസ്പ്യൂട്ടഡ് കിങ് മാരുതി സുസുക്കിയുടെ ഡിസയർ ആണ്. ഈ വണ്ടിയുടെ ലേറ്റസ്റ്റ് ജനറേഷൻ വന്നപ്പോൾ തൊട്ട് പിന്നെ പറയുകയേ വേണ്ട. കഴിഞ്ഞ മാസം 20,895 വാഹനങ്ങളുടെ സെയിലാണ് ഇതിന് കിട്ടിയത്. 2024 ജൂലൈയിൽ 11,647 വണ്ടികളുടെ സെയിലായിരുന്നു. 9,248 വണ്ടികളുടെ വ്യത്യാസവും 79.4% ഗ്രോത്ത് റേറ്റ് വന്നിട്ടുണ്ട്. ഇത്രയും ഹൈ വോളിയം സെയിൽസ് ആയിട്ട് പോലും നമ്മുടെ ഈ ലിസ്റ്റിൽ ഇയർ ഓൺ ഇയർ ബേസിസിൽ ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന വണ്ടിയാണിത്. അപ്പോൾ പിന്നെ ഇതിൻ്റെ ഇപ്പോഴത്തെ സെയിൽ നിങ്ങൾക്ക് ഏകദേശം ഊഹിക്കാവുന്നുള്ളൂ. ചില മാസങ്ങളിൽ 15,000 അല്ലെങ്കിൽ അതിന് കുറച്ച് താഴത്തോട്ട് പോകാറുണ്ട്. പക്ഷേ മോസ്റ്റ്ലി 15,000 മുകളിൽ തന്നെയാണ് ഇതിന് സെയിൽ വരാറുള്ളത്. വളരെ നല്ല കാര്യം തന്നെയാണ്. ഈ സെഗ്മെൻറ്റിൽ ഇപ്പോഴും ഇത്രയും വിറ്റ് പോകുന്നു. സെഡാൻസിൽ തന്നെ 10,000 മുകളിൽ വിറ്റ് പോകുന്ന ഒരേ ഒരു വണ്ടി ഇപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ. ഏതായാലും ഗൈസ്, ഇതാണ് കഴിഞ്ഞ മാസം ഏറ്റവും കൂടുതൽ വിറ്റുപോയ സെഡാൻസിൻ്റെ വീഡിയോ. നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ചില ആക്സസറീസോ ക്ലീനിങ് പ്രോഡക്ട്സ് ഒക്കെ വേണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രോഡക്റ്റ് ടാഗ് ചെക്കൗട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കൂടെ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.